ഇന്ത്യ കേരളം പ്രദർശനമേളയിലെ തന്നെ മറ്റൊരു കാഴ്ചയിലേക്ക് പോകാം. കൗതുകമായി കേരള പോലീസ് ഫയർഫോഴ്സ് സേനയുടെ സ്റ്റാളുകൾ. ദൃശ്യങ്ങളിൽ മാത്രം കണ്ട ഉപകരണങ്ങൾ നേരിട്ട് കാണുന്നതിന്റെ സന്തോഷത്തിലാണ് ജനങ്ങൾ. തടവറയുടെ മാതൃക മുതൽ തീ സ്വമേധയാ അണയ്ക്കാൻ ശേഷിയുള്ള റോബോട്ട് വരെയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. എൻ്റെ കേരളം പ്രദർശനമേളയുടെ ഈ ഒരു ഭാഗത്തെത്തിയാൽ ഇപ്പോഴും വലിയ തിരക്കാണ്. എന്താണെന്നല്ലേ ആ തിരക്കിന് കാരണം? നമുക്കത് കണ്ടു നോക്കിയാലോ. കേരള പോലീസ് യൂസ് ചെയ്യുന്ന മോഡേൺ ആയിട്ടുള്ള വെപ്പൺസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബൾഗേറിയയുടെ AK-47 AR-M5 സീരീസ്, പിന്നെ അതേ വേർഷനിൽ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ടാർ എന്ന് പറയുന്ന വെപ്പൺസ്, പിന്നെ 12 ബോർ പമ്പ് ആക്ഷൻ, കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പട്ടാളം ഉപയോഗിച്ച ഇൻസാസ് റൈഫിള്, പിന്നെ ഗ്യാസ് ഗണ്ണ്, ടിയർ സ്മോക്ക് യൂണിറ്റ് ഫയർ ചെയ്യുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള മൾട്ടി ഷെൽ ലോഞ്ചർ, പിന്നെ പിസ്റ്റൾ ഐറ്റംസിൽ അമേരിക്കൻ നിർമ്മിതം ഗ്ലോക്ക് പിസ്റ്റൾ എന്നിവ നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. തടവ് പുള്ളികളെ കാണാൻ സന്ദർശകരുടെ തിരക്കാണെന്ന് കരുതുന്നവർക്ക് തെറ്റി. എൻ്റെ കേരളം പ്രദർശനമേളയിൽ കേരള പോലീസ് ഒരുക്കിയിട്ടുള്ള തടവറയുടെ ഒരു മോഡലാണ്. ഒരാൾ ജയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു തടവുകാരനായിട്ട് വന്നാൽ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജയിൽ വകുപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ മിനിമം റിക്വയർമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു പ്രദർശനം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ അവർക്ക് നൽകുന്ന ലൈബ്രറി സൗകര്യം, ഫോൺ ചെയ്യാനുള്ള ഒരു ഫോൺ കാർഡിൻ്റെ മാതൃക, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ മെനു ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ, അതുപോലെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു തൂക്കുമരത്തിൻ്റെ ഒരു ഏകദേശ മാതൃക. അത് കേരളത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരും സെൻട്രൽ ജയിലുകളിലാണ് തൂക്കുമരം ഉള്ളത്. പൊതുജനങ്ങൾക്ക് അധികം ധാരണയില്ലാത്തൊരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാണ് ജയിൽ വകുപ്പ് എന്ന് പറയുന്നത്. കാരണം ഒരാൾക്കും ഡയറക്റ്റ് ഒരു ജയിലിലേക്കും നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ വകുപ്പിൻ്റെ സ്റ്റാളിനെ ഏറ്റവും കൗതുകകരവും വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് പോകുമ്പോഴും അവരുടെ ഉള്ളിലൊരു നെടുവീർപ്പാണ്. കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ടെങ്കിലും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് വെച്ചാൽ പോകുന്നത്. ഇത് ഒട്ടും രസകരമായ ഒരു അനുഭവമൊന്നുമല്ല. പക്ഷേ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ജയിലിൻ്റെ അനുഭവം വേണം എന്നാവശ്യമുള്ളവർ തീർച്ചയായും എൻ്റെ കേരളം പ്രദർശനമേളയിലെ ഈ ജയിൽ മോഡലിലേക്ക് പോരുക. കടന്നെത്താൻ പറ്റാത്ത ഈ അപായങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇതിന് നമുക്ക് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. 500 മീറ്റർ വരെ ഈ റിമോട്ട് കൺട്രോൾ വെച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുവാനായി സാധിക്കും. ഇതിലേക്ക് വാഹനത്തിൽ നിന്ന് ഹോസ് കുത്തിയതിന് ശേഷം ആ ഹോസിൽ ആവശ്യമായ പ്രഷറിൽ വെള്ളം വരികയും വെള്ളം ഈ ബ്രാഞ്ച് വഴി തീയിലേക്ക് പായിക്കുകയും ചെയ്യും. അപ്പോൾ തീയെ ഫൈറ്റ് ചെയ്തുകൊണ്ട്, തീയെ അണച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് കയറി പോകുന്നത്. ആഴമുള്ള സ്ഥലങ്ങളിൽ മനുഷ്യന് ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. കരയിലിരുന്നുകൊണ്ട് തന്നെ റിമോട്ടിൽ നിയന്ത്രിക്കാനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കും. ശരിക്കും ഡിറ്റക്ഷനാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ആളുകളെ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നത് സ്കൂബ ഡൈവേഴ്സാണ്. സേനകൾ പൊതുജനങ്ങൾക്കായി സർവവും സജ്ജം. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹമോഹൻ, മാതൃഭൂമി.